This is not a SWOT analysis. This is a war chronicle. വെടിമരുന്നിന്റെ ഗന്ധവും അറ്റുപോയ കബന്ധങ്ങളിൽ നിന്നുയരുന്ന നിലവിളി ശബ്ദവും പരിചകളും വാളും തമ്മിൽ കൂട്ടിയടിക്കുന്ന ഘോര ശബ്ദങ്ങളും ലോകം കീഴടക്കിയിട്ടും തങ്ങളുടെ കിരീടത്തിൽ ഇനിയും അവകാശവാദവുമായി തൊടാൻ വരുന്നവന്മാരെ സാമ്രാജ്യത്തിന് മുന്നിൽ മഹാസേനയുമായി കാവൽ നിന്ന് വെട്ടിനിരത്താൻ പോകുന്ന മഹാസേനയുടെ വാർ ക്രോണിക്കിൾ. The War Chronicle of Albister Stars. ജനറൽ ലയണൽ സ്കലോണി, ആർക്കിടെക്ട് ഓഫ് കാർണേജ്, കൂട്ടക്കൊലയുടെ ശില്പി, അർജന്റീനയുടെ തന്ത്രങ്ങളുടെ തലതൊട്ടപ്പൻ. ഒരൊറ്റ ഫോർമേഷനെ മാത്രം ആശ്രയിച്ച് തൻ്റെ പടയൊരുക്കം നടത്തുന്ന പടനായകനല്ല ലയണൽ സ്കലോണി. എതിരാളികളുടെ യുദ്ധതന്ത്രങ്ങളും കോട്ടകളും വളരെ കൃത്യമായി പഠിച്ച് പോരാട്ടത്തിനിടയിൽ വെച്ച് തൻ്റെ ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കോൾഡ് ബ്ലഡഡ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ്. അതാണ് അർജന്റീനയുടെ യുദ്ധതന്ത്രജ്ഞനായ ലയണൽ സ്കലോണി. അയാൾ അധികാരമേക്കുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. പുതിയവനെന്നും പകരക്കാരനെന്നും വിളിച്ച് എല്ലാവരും കളിയാക്കി. പക്ഷേ ടീമിലെ ഈഗോയെ മുഴുവൻ അൾത്താരയിൽ ബലി കഴിപ്പിച്ചുകൊണ്ട് അയാളൊരു മഹാസേനയുണ്ടാക്കിയെടുത്തു. കോപ്പ അമേരിക്ക ഫൈനലിൽ ആകാശവാണി വിട്ട് നിരാശനായി വിരമിച്ചു പുറത്തേക്ക് പോയ ലയണൽ മെസ്സി എന്ന അധികായനെ തൻ്റെ കൂടാരത്തിലേക്ക് അയാൾ തിരികെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നു. താരങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിന്ന ഈഗോയെ അയാൾ അൾത്താരയിൽ ബലി നൽകി. തൻ്റെ രാജ്യത്തിൻ്റെ പതാക എതിരാളികളുടെ ശിരസിനുമേൽ കുത്തിയിറക്കാൻ മനക്കരുത്തുള്ള ഒരു മഹാസേനയെ അയാൾ വാർത്തെടുത്തു. യെസ്, ഹീസ് ദ വാർലോർഡ്, ഹീസ് ദ ജനറൽ, ഹീസ് ദ കോൾഡ് ബ്ലഡഡ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ്. അർജന്റീനയുടെ തന്ത്രങ്ങളുടെ നെടുനായകൻ ലയണൽ സ്കലോണി. ലയണൽ മെസ്സി, ദ കിങ് പിൻ, എംപറർ, വജ്രായുധം, ദൈവതുല്യനായ ചക്രവർത്തി. As he falls in love with the object in the world that his heart most desired, it is hard to escape the supposition that he has rendered himself today the greatest of all time. അയാൾക്ക് തൻ്റെ കുതിരപ്പടയുടെ മുകളിലേറി 90 മിനിറ്റും പടപൊരുതേണ്ട ആവശ്യമില്ല. കാരണം പോയ വർഷങ്ങളിൽ തന്നെ അയാൾ അജയ്യനാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. കളിക്കളത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും പടപൊരുതേണ്ട ആവശ്യമില്ല. മൈതാന മധ്യത്തുകൂടി, അതായത് ആ പടക്കളത്തിൽ കൂടി ഒരു പ്രേതത്തിനെ പോലെ അയാൾ അലങ്ങി നടക്കും. അയാളുടെ കണ്ണുകൾ എതിരാളികളുടെ ഓരോ ചലനവും വീക്ഷിക്കും. അവരുടെ ചലനത്തിൽ ഒരു നേരിയ വിടവോ വിള്ളലോ പാകതക്കേടോ അയാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റീഷ്യന്റെ കൃത്യതയോടെ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈൽ പോലെ അയാളുടെ ഒരു ത്രൂ പാസ് എതിരാളികളുടെ ഇരുമ്പു കബന്ധങ്ങളുടെ കോട്ടകുത്തളങ്ങളുടെ കാവലുകളെ മുഴുവനും ഛിന്ന ഭിന്നമാക്കി അവരുടെ പ്രതിരോധ കോട്ട മുഴുവനും ഭേദിച്ച് അവരെ ഇല്ലാതാക്കാൻ മാത്രം കരുത്തുള്ളതായി പ്രഖ്യാപിക്കുന്നു. അതെ, രാജാവ് പടക്കളത്തിൽ യുദ്ധത്തിനിറങ്ങുമ്പോൾ അയാളുടെ ഒരൊറ്റ വെട്ടുകൊണ്ട് സാമ്രാജ്യം തന്നെ നിശബ്ദമാകും, സാമ്രാജ്യം തന്നെ അസ്തമിക്കും. അത്തരത്തിൽ ഒരു കിങ് പിന്നാണ് ലയണൽ മെസ്സി എന്ന എംപറർ. അയാളെ പ്രായം തളർത്തി തുടങ്ങിയെന്ന് നിങ്ങൾ എഴുതിത്തള്ളാൻ നിന്നാൽ അയാൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇറങ്ങി പടവെട്ടുന്നതിനപ്പുറത്തേക്ക് ഒരു മാത്തമാറ്റീഷ്യൻ്റെ കൃത്യതയോടെ ഓരോ അലകും മൂലയും അയാൾ ഗണിച്ച് അറിഞ്ഞ് തൊടുക്കുന്ന ത്രൂ പോസുകൾക്ക് ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ കൃത്യതയുണ്ടായിരിക്കും. എതിരാളികളുടെ പ്രതിരോധത്തിൻ്റെ കബന്ധങ്ങളെ പറിച്ചെടുത്ത് ബന്ധങ്ങളെ തളർക്കും. Defending units, this fence is not a fort, this is a butcher's sword. നെടുങ്കോട്ടയല്ല, അറവുകാരൻ്റെ കൊലക്കത്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി എന്ന് വിളിക്കാൻ കഴിയില്ല. അതിർവര കടന്ന് ഒരുത്തൻ പന്തുമായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
ഒടിയാൻ പോകുന്നത് നിന്റെ കാലോ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ഗോളവസരമോ ആയിരിക്കില്ല. ഈ കൊലയാളികൾ, ഈ കശാപ്പുകാർ ചേർന്ന് മുന്നേറ്റ നിരക്കാരൻ്റെ തൊലിയുരിഞ്ഞ് ഈ പുൽനാമ്പുകളിൽ പുതച്ചു വെക്കും. അമ്മാതിരി ക്രിമിനൽ മൈൻഡുള്ള പ്രതിരോധ നിരക്കാരാണ് ഇത്തവണ അർജന്റീൻ നാഷണൽ ടീമിലുള്ളത് എന്നത് അവർക്ക് കൂടുതൽ കരുത്ത് പകരും. ഒരു യുദ്ധത്തിൽ എതിരാളികളെ എത്രമാത്രം ഹീനമായി ഹിംസാത്മകമായി കൈകാര്യം ചെയ്യാമോ അങ്ങനെ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത കൊലയാളികൾ. കോൾ ബ്ലഡഡ് ലിസാൻഡ്രോ മാർട്ടിനസ് ആൻഡ് ക്രിസ്ത്യൻ റൊമേറോ എന്ന കുട്ടി. അതിനോടൊപ്പം പ്രായം തളർത്താത്ത പോരാളി, പ്രായം കൂടുന്തോറും ക്രൂരതയുടെ അളവ് കൂട്ടുന്ന കൊടും ക്രൂരനായിട്ടുള്ള ഓട്ടോമെൻറ്റി. പിന്നെ തഗ്ലഫിക്കോയും കൂടെ ചേരുമ്പം അവരുടെ ഡിഫെൻസീവ് ലൈൻ സെറ്റാണ്. പിന്നെ യുവരക്തങ്ങളെ മാറി മാറി ഉപയോഗിക്കാനും സ്കലോണി എന്ന ജനറലിന് പടയാളികളുണ്ട്. യുവരക്തം തീർന്ന ക്രൂരന്മാരായിട്ടുള്ള പോരാളികൾ മൊലീനയും മോണ്ടിയലും മെജീനയും ബലാഡിയും കൂടി ചേരുമ്പോൾ അവരുടെ പ്രതിരോധ നിര ശരിക്കും കശാപ്പുകാരൻ്റെ കൊലക്കത്തിയായി മാറും. ക്രിസ്ത്യൻ റൊമേറോ എന്ന അതികായനായ ക്രൂരൻ, അയാളോടൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന ബുച്ചർ, പ്രായം കൂടുന്തോറും ക്രൗര്യം കൂടുന്ന ഓട്ടോമെൻറ്റി, പിന്നെ വിങ് ബാക്കായി തഗ്ലഫിയാക്കോ, കൂടെ യുവരക്തങ്ങളായിട്ടുള്ള മോണ്ടിയൽ, മെജീന, ബലാഡി എന്നിവർ ചേരുമ്പോൾ പന്തുമായി മുന്നോട്ട് വരുന്ന മുന്നേറ്റ നിരക്കാരായ എതിരാളികൾ ഭയന്ന് വിറയ്ക്കണം, മുട്ടിടിച്ച് വീഴണം. എമിലിയാനോ ദിബു മാർട്ടിനസ്, നരകത്തിന്റെ കാവൽക്കാരൻ, ചാമ്പ്യൻ ഓഫ് സൈക്കോളജിക്കൽ വാർഫെയർ. ഈ പടക്കളത്തിൽ അർജന്റീനയുടെ ഗോൾ കവാടത്തിന് മുന്നിൽ നിന്ന് അസ്ത്രം തൊടുക്കുന്നത് പോലെ ഒരു ഷോട്ട് തീർക്ക് വല തുളയ്ക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം. നീ നിൽക്കുന്നത് മരക്കവാടത്തിന് മുന്നിലല്ല, നീ നിൽക്കുന്നത് നരകത്തിന്റെ വാതിലിന് മുന്നിലാണ്. അവിടെ ഒരു ചെകുത്താനെ പോലെ നാവ് പുറത്തേക്കിട്ട് വായ് തുറന്നൊരു സത്വം നിൽക്കും. ആ സത്വത്തിന്റെ പേര് എമിലിയാനോ ദിബു മാർട്ടിനസ്. സൈക്കോളജിക്കൽ വാർഫെയർ. ഏതൊരു യുദ്ധത്തിലും എതിരാളികൾ വാളും പരിചയം മെഷീൻ ഗണ്ണും മറ്റായുധങ്ങളും കൊണ്ട് കൊമ്പ് കോർക്കുന്നതിന് മുന്നേ തന്നെ മാനസികമായി മേധാവിത്വം നേടിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സൈക്കോളജിക്കൽ വാർഫെയറിൽ അർജന്റീനയുടെ ഫുട്ബോൾ, ആൽബിസ്റ്റലസ്റ്റൻ ഫുട്ബോൾ എക്കാലത്തും പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ വജ്രായുധം അത് എമിലിയാനോ ദിബു മാർട്ടിനസ് തന്നെയാണ്. അവൻ്റെ ഭൂതകാലത്തിനെ ഓർത്ത് നിങ്ങൾക്ക് കളിയാക്കാം, പുച്ഛിക്കാം, പരിഹസിക്കാം. പക്ഷേ അവൻ മുന്നിൽ നിന്ന്, ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് കാണിക്കുന്ന വില കുറഞ്ഞ ചില കോപ്രായങ്ങൾ നിങ്ങൾ എഴുതിത്തള്ളും. പക്ഷേ ആ വില കുറഞ്ഞ കോപ്രായങ്ങൾ എതിരാളികളുടെ മനസ്സിൽ എത്രമാത്രം ഭീതി ഉണ്ടാക്കുന്നുവെന്ന് എതിരാളികളോട് ചോദിച്ചാൽ മതി. ഗോളെന്നുറപ്പിക്കുന്ന ഷോട്ടുകൾ പോലും അവൻ്റെ മാനസികാധിപത്യത്തിന് മുന്നിൽ നിന്ന് തൊടുക്കാൻ അയാളുടെ കാൽ വിറയ്ക്കും. അതെ, മാനസികാധിപത്യത്തിൽ അഗ്രഗണ്യനായ നരകത്തിന്റെ കാവൽക്കാരനായ ദിബു മാർട്ടിനസ് മുന്നിൽ നിൽക്കുമ്പോൾ എതിരാളികളുടെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കും. നരകത്തിന്റെ കാവൽക്കാരനാണ്. അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഗോൾ വർഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറികടക്കേണ്ടത് ആ ചെകുത്താനെയാണ്, നരകത്തിന്റെ കാവൽക്കാരൻ. മിഡ്ഫീൽഡ് എഞ്ചിൻ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു പേരുണ്ട്, റോഡ്രിഗോ ഡി പോൾ. നിനക്ക് രാജാവിന്റെ ചോര വീഴ്ത്തണമെങ്കിൽ എൻ്റെ പ്രതിരോധത്തിന്റെ കവചം വെട്ടിപ്പൊളിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ് കളിക്കളത്തിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജോലികൾ ഒരുപാടുണ്ട്. എതിരാളികളുടെ സപ്ലൈ ചാനലുകൾ വെട്ടിമുറിക്കുക, മുന്നേറ്റത്തിലേക്ക് വരുന്ന പന്തുകളെ തടഞ്ഞു നിർത്തുക, തൻ്റെ പ്രതിരോധം ശക്തമാക്കുക, എതിർ പ്രതിരോധ നിരയെ കീറിമുറിക്കുന്ന ഡ്യൂട്ടിയും ഇടയ്ക്കൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രതിരോധം കടന്നു വരുന്ന അപകട ഭീഷണിയെ തടഞ്ഞിട്ട് സ്വന്തം ടീമിന്റെ മുന്നേറ്റത്തിന് വഴി തുറന്നു വിടുന്ന ഒരു അസാമാന്യ പ്രതിഭയാണ് അയാൾ. എന്നിരുന്നാലും അർജന്റീൻ ടീമിൽ അയാളുടെ ജോലി എന്താണെന്നാൽ ചക്രവർത്തിയെ സർവം കൊടുത്ത് സംരക്ഷിക്കുന്ന ബോഡി ഗാർഡിന്റെ ജോലിയാണ് അവിടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും രാജാവിന്റെ, ചക്രവർത്തിയുടെ നിഴലായ ബഡി, പടനായകൻ എന്ന് വിളിക്കാം. ടാക്ടിക്കൽ ഫിഷേഴ്സ്, എൻസോ ഫെർണാണ്ടസ് ആൻഡ് മക്കലിസ്റ്റർ. ഈ രണ്ട് പടയാളികളും യുദ്ധത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്. എൻസോ ഫെർണാണ്ടസ് ബാക്ക് ലൈനിൽ ഇരുന്ന് ഒരു റേഡിയോ കമാൻഡറെ പോലെ, ഒരു ഓർക്കസ്ട്രേറ്ററെ പോലെ എതിരാളികളുടെ നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഡയഗണൽ പാസുകളിലൂടെ അവരുടെ ശ്രദ്ധ തിരിക്കുന്നു. ഈ രണ്ട് താരങ്ങളെയും എതിരാളികൾ വളഞ്ഞു കഴിയുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവരുടെ കെണിയിൽ ഈ രണ്ട് പോരാളികളും അകപ്പെട്ടു എന്നാണെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഈ രണ്ട് പോരാളികളെ എതിരാളികൾ വളഞ്ഞു കഴിയുമ്പോൾ അവരുടെ ചതുരംഗ പലകയിലെ വെറും കരുക്കൾ മാത്രമായി ചുറ്റും നിൽക്കുന്ന എതിർ പടയാളികൾ മാറിയിട്ടുണ്ടായിരിക്കും. ഓർക്കസ്ട്രേറ്ററെ പോലെ വളരെ കൃത്യമായിട്ടുള്ള ഡയഗണൽ പാസുകളിലൂടെ അവരുടെ പ്രതിരോധത്തിന്റെ മാറ് പിളർക്കാൻ എൻസോ ഫെർണാണ്ടസിന് കഴിയും. മക്കലിസ്റ്റർ ഒരു രഹസ്യ ഏജന്റിനെ പോലെ എതിരാളികളുടെ കവാടത്തിൽ ബ്ലൈൻഡ് സ്പോട്ടിലൂടെ കടന്നുകൂടി അവിടെ വിനാശകരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുന്നു.
This dog is insane and more dangerous, ferocious, notorious. It's the deadliest part, killing spear unit. അർജന്റീനയുടെ മുന്നേറ്റത്തിരി എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ കഴുത്തിന് നേരെ തുറന്നു വെച്ച കുന്തമുന പോലെയാണ്. ലയണൽ മെസ്സി എന്ന അധികായനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇരട്ടക്കുഴൽ തോക്ക് പോലെ അവിടെ ഹൂലിയൻ അൽവാരസും പിന്നെ മറ്റുള്ള യുവതാരങ്ങളും കൂടി ചേരുമ്പോൾ അർജന്റീനയുടെ മുന്നേറ്റ നിരയിൽ നിന്നും രക്ഷപ്പെടുക എതിരാളികളുടെ പ്രതിരോധത്തിന് വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ലാട്ടാറോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസും ലിയണൽ മെസ്സിയും കൂടെ മുന്നേറ്റ നിരയിൽ അഴിഞ്ഞാടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കവചകുണ്ടലങ്ങൾ ഏതെങ്കിലും ടീമിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അർദ്ധാവസരങ്ങളെ പോലും ഗോളുകളാക്കി മാറ്റുന്നതിൽ ഇവരുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. ഇവരുടെ മുന്നിൽ ഒരു ഓപ്പൺ പോസ്റ്റ് കിട്ടിയാൽ എതിരാളികൾ തീർന്നു. ഈ ഒരു ടീമിനെ കുറിച്ച് പറയാൻ മുൻനിരയിൽ മറ്റു ചില താരങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നിക്കോ ഗോൺസാലസിനെ കുറിച്ചും പാസിനെ കുറിച്ചും സിമിയോണയെ കുറിച്ചും അൽമേഡയെ കുറിച്ചും ലോപ്പസിനെ കുറിച്ചും ഒക്കെ പറയാൻ നിന്നാൽ വാദോരാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഈ അർജന്റീൻ ടീം കഴിഞ്ഞ തവണ കിരീടം നേടിയ പോരാളികളുടെ സംഘത്തേക്കാൾ കുറച്ചുകൂടി ബാലൻസ്ഡ് ആണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ ബാലൻസ്ഡ് സ്ക്വാഡിനപ്പുറത്തേക്ക് യുവരക്തങ്ങളെ കൂടെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പരിശീലകനായിട്ടുള്ള ഡിയേഗോ സിമിയോണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറച്ച് ഓവറായി എന്ന് എനിക്കറിയാം. ഇനി ഇത്തരത്തിലുള്ള മാസ് സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ അവസാന പോർഷനിലെ പോലെ നോർമലായിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് മാസ് കത്തിക്കാൻ നോക്കി സംഭവം പോയതാണ്. എന്നാലും മാസമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി മാസാക്കാം. ബൈ.